ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ പംകിൻ മത്തൻ്റെ ഫ്ലവർ വെച്ചിട്ടൊരു ഉപ്പേരിയാണ്. അപ്പോൾ മത്തൻ്റെ ചെടി ഇങ്ങനെ ഫുൾ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ, എൻ്റെ അമ്മാവൻ്റെ മോള് വന്നപ്പോൾ പറഞ്ഞു, സിനിമോള് പറഞ്ഞു, ഈ മത്തൻ്റെ ഫ്ലവേഴ്സ് നല്ലതാണ്, അത് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനും നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ശരിയാണ്, ഫുൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബോൺസ് സ്ട്രോങ് ആക്കാൻ, ഇമ്മ്യൂണിറ്റി കിട്ടാൻ, ഫുൾ ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. എന്നാൽ ശരി, ഉണ്ടാക്കാം. എന്തായാലും കായൊന്നും കിട്ടണില്ല, പൂ വെച്ചിട്ടെന്നാൽ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യാണ്. അപ്പോൾ അതാ ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സന്ധ്യ എനിക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പടർന്ന് നമ്മുടെ വീടിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൂ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ചൂടാക്കിയപ്പോൾ കടുക് പൊട്ടിച്ചു, ഉഴുന്നുപരിപ്പിട്ടു ഞാൻ, പിന്നെ ചുവന്ന മുളക്, പിന്നെ ഒരു സവാള, 2 പച്ചമുളക്, ചെറിയ പച്ചമുളകായിരുന്നു, പിന്നെ കരിവേപ്പില, നമുക്ക് പിന്നെ 2 വെളുത്തുള്ളിയുടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ നോർമൽ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സവാളയ്ക്കൊന്നായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഹാൻഡ്ഫുൾ നമ്മുടെ നാളികേരം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെയും ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരയ്ക്കൊന്നായ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ്റെ പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, അധികം ആഡ് ചെയ്യേണ്ട, കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. വേഗം കുക്കായി കിട്ടും. മത്തൻ്റെ ഫ്ലവർ അല്ല, എത്തിൻ ഡെലിക്കറ്റുമാണ്, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ ഒരു നേരം നമുക്കിത് ഉണ്ടാക്കാമല്ലോ, നമ്മുടെ വീട്ടിലത്തെ തന്നെയല്ലേ. അപ്പോൾ ഇതാ കവർ ചെയ്തിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യാണ്. ഇടയ്ക്ക് സ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രയലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. മത്തൻ്റെ ഇല വെച്ചിട്ടും ഉണ്ടാക്കുന്ന സിനിമകൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും മത്തൻ്റെ പൂ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. വീട്ടിലിങ്ങനെ മത്തൻ പൂ ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.